തോൽക്കരുതേ, തോൽപ്പിക്കരുതേ, ജയിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനകളും ആഗ്രഹങ്ങൾ പോലും നമ്മൾ നിർത്തണം. സമാധാനം ഉണ്ടാവും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്നറിയാവാ? തോൽവികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമേ എന്നുള്ളത്. തോൽവികളിൽ നിന്ന് വരുത്തേണ്ട മാറ്റങ്ങൾ മനസ്സിലാക്കിച്ചു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കുറെ കൂടി ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ എന്താ പറഞ്ഞേ? തോറ്റോട്ടെ, തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചാൽ മതി. വിജയത്തിലെത്തുന്നേ, തോൽക്കാതിരിക്കുന്നേ, ഇതൊക്കെ നടക്കും. നമുക്ക് ടെൻഷനാ. അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. തോൽപ്പിക്കല്ലേ എന്ന് പറയണ, തോൽക്കാതിരിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും നിർത്തണം. ശിഷ്യന്മാര് തോറ്റുപോയി. അവർക്ക് പിശാച് ബാധിതനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാവാ? സ്വകാര്യമായി ഈശോയുടെ അടുത്ത് എന്ന് ചോദിച്ചു, എന്താ പറ്റി, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇവിടെയാണ് കാര്യം ഇരിക്കണേ. അല്ലാണ്ട് തോൽക്കല്ലേ തോൽക്കല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല, സമ്മർദ്ദം കൂടുകയാണ്. മറ്റത് തോറ്റോട്ടെ, പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. സമ്മർദ്ദങ്ങൾ കുറയും, വിജയത്തിന്റെ സാധ്യതകൾ കൂടുവാണ്. അപ്പൊ അതുകൊണ്ട് തോൽക്കരുതേ എന്നുള്ള ആഗ്രഹം പോലും മനസ്സിൽ നിന്ന് മാറ്റണം. എന്നെ തോൽപ്പിക്കല്ലേ, ജയിക്കണമേ, ഈ രണ്ട് ആഗ്രഹങ്ങളും മനസ്സിൽ നിന്ന് മാറ്റണം. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.